ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പാപത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചിന്ത പങ്കുവയ്ക്കലിലേക്കാണ് വന്നത്. പാപത്തിൻ്റെ 2 നിർവചനങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഒരു 3-ാമത്തെ നിർവചനം ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സ്രഷ്ടാവും പരിപാലകനും സ്നേഹനിധിയും രക്ഷകനുമായ ദൈവത്തെയും ദൈവിക പ്രബോധനങ്ങളെയും അഥവാ ദൈവിക വെളിപാടുകളെയും ദൈവിക സംവിധാനങ്ങളെയും ദൈവാനുഗ്രഹങ്ങളെയും നിഷേധിച്ച് ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്ന നുണയനും നുണയുടെ പിതാവും കൊലപാതകയുമായ സാത്താനെയും അവൻ്റെ പ്രബോധനങ്ങളെയും അവൻ ഈ ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന സംവിധാനങ്ങളെയും അവൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെയും അവൻ്റെ സമ്മാനങ്ങളെയും സ്വീകരിക്കുന്നതാണ് പാപം. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിക്കുന്നതാണ് പാപം. പക്ഷെ ദൈവത്തെ ഉപേക്ഷിക്കുന്നു, പിശാചിനെ സ്വീകരിക്കുന്നു എന്ന് ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. 10 കൽപ്പനകൾ ഇങ്ങനെ എടുത്തു വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഓരോന്നോരോന്ന് വായിച്ചു നോക്കിയിട്ട് ഇതെനിക്കില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചെന്ന് വരാം. പക്ഷേ ദൈവിക വെളിപാടുകളുടെ വെളിച്ചത്തിൽ ദൈവിക വെളിപാടുകൾ വചനങ്ങളായി ലോകത്ത് നൽകിയിരിക്കുന്ന വചനഗ്രന്ഥമായ ബൈബിളിലെ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പാപമേഖലകളെ വിശദമായി ഒന്ന് അപഗ്രഥിക്കുമ്പോൾ നമ്മളിൽ മറഞ്ഞൊളിഞ്ഞു കിടക്കുന്ന, നമ്മളിതുവരെ അനുദപിച്ച് തിരുത്തിയിട്ടില്ലാത്ത ചില പാപങ്ങൾ നമ്മെ ഇപ്പോഴും അലട്ടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ നിർവചനം ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് പറയാൻ പോകുന്നത് 1, 2, 3 സെക്ഷൻസായിട്ട് ഞാൻ പറയും. സൃഷ്ടാവും പരിപാലകനും സ്നേഹനിധിയും രക്ഷകനുമായ ദൈവം. ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ സൃഷ്ടാവാണ്, പരിപാലകനാണ്, സ്നേഹനിധിയാണ്, രക്ഷകനാണ്. അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു, തിരസ്കരിക്കുന്നു, നിരസിക്കുന്നു, ദൈവത്തെ ചവിട്ടി പുറത്താക്കുന്നു ജീവിതത്തിൽ നിന്ന്. ദൈവത്തിനൊരു വിലയും കൊടുക്കുന്നില്ല, ദൈവത്തെ ശ്രദ്ധിക്കുന്നേ ഇല്ല, ദൈവം പറയുന്നത് കേൾക്കാൻ പോലും ആഗ്രഹമേ ഇല്ല. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയില്ലെന്ന് മാത്രമല്ല, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുകയോ ഇല്ല എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകാം. അപ്പോൾ അവിടെ നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ്. ദൈവത്തെ ഉപേക്ഷിച്ചാലുള്ള ഏറ്റവും വലിയ ദുരന്തം, ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നവൻ പൂഴിയിൽ എഴുതിയ നാമം പോലെ അപ്രത്യക്ഷരാകും എന്ന് വചനം പറയുന്നു. ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്ക് ദൈവമായിട്ടുള്ള ബന്ധവിച്ഛേദനത്തിൻ്റെ മഹാദുരന്തം ഉണ്ടാകും. ദൈവത്തെ ഉപേക്ഷിക്കുന്നവർ ദൈവം ഉപേക്ഷിക്കുന്നില്ല. പക്ഷേ ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട ദൈവകൃപ, വരപ്രസാദം, അഭിഷേകത്തിൻ്റെ അടിസ്ഥാനമായ ദൈവസാന്നിധ്യം അത് കിട്ടാതെ വരുമ്പോൾ ആ വ്യക്തി ദൈവകൃപയുടെ അഭാവത്തിൽ വലിയ ദുരന്തങ്ങളിലേക്കും ആത്മനാശത്തിലേക്കും അധപതിക്കും, നിബദിക്കും. ദൈവത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചിനെ സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് 1-ാം ഭാഗം സൃഷ്ടാവും പരിപാലകനും സ്നേഹനിധിയും രക്ഷകനുമായ ദൈവത്തെ. അതിൻ്റെ 2-ാം ഭാഗം ദൈവിക വെളിപാടുകളെ, ദൈവം നൽകിയിരിക്കുന്ന ദൈവിക വെളിപാടുകൾ ദൈവിക പ്രബോധനങ്ങളായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വചനഗ്രന്ഥത്തിലൂടെയാണ് കിട്ടിയത്. ആ വചനഗ്രന്ഥം നമുക്ക് നൽകുന്നത് തിരുസഭയാണ്. സഭയിലൂടെ ഈ ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. പഴയ നിയമസഭയിലൂടെയും അബ്രാഹാം മുതൽ ഈശോയുടെ കാലഘട്ടം വരെയുള്ള പഴയ നിയമസഭ, അതിനുശേഷം യേശുവിൻ്റെ കാലഘട്ടം മുതൽ ഇപ്പോൾ വരെയുള്ള പുതിയ നിയമസഭ അഥവാ തിരുസഭ. ഈ സഭയിലൂടെയാണ് നമുക്ക് തിരുവചന ഗ്രന്ഥമായ ബൈബിൾ കിട്ടിയിരിക്കുന്നത്. ആ ബൈബിളിലെ തിരുവചനങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി, ജീവിതത്തിൻ്റെ മാർഗദർശനങ്ങളായി, മുന്നോട്ട് നയിക്കുന്ന
വഴിചൂണ്ടികളായി കർത്താവ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ദൈവിക പ്രബോധനങ്ങളെ നിഷേധിക്കുന്നു. ഒരിക്കൽ ഈ മുരുകൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരാൾ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, ഒരാളല്ല 5 പേര്, 5 പുരുഷന്മാരാണ്, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവിടെ കയറി വന്നു. ആദ്യം എന്നോട് ചോദിച്ചത് നാക്യമ്പറമ്പിലച്ഛനാണോ എന്നാണ്. ഞാൻ അല്ലെന്ന് പറഞ്ഞു അച്ഛൻ്റെ പേരെന്താണ്? അപ്പം ഞാൻ പറഞ്ഞു മാത്യു ലോകൽ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ചോദിച്ചു നാക്യമ്പറമ്പിലച്ഛൻ ഇവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ ശക്തിയുള്ള അച്ഛൻ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശക്തിയുള്ള ആരും തന്നെ ഇപ്പം ഞങ്ങളുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ വരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ശക്തിയുള്ള ആരുമില്ല. കാരണം ഇവർക്കൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്ററുകൾക്കുള്ളിലുള്ള ഒരു സ്ഥലത്താണ് ഇവരുടെ വീട്. ഇതുവരെ മുരുങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ അവർ കാലുകുത്തിയിട്ടില്ല. അവരിതുവരെ ഒരു ധ്യാനം പോലും കൂടിയിട്ടില്ല. അവരുടെ ഇടവകയിൽ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഇടവകയിൽ പോപ്പൽ മിഷൻ ധ്യാനം നടന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങളിവിടെ ധ്യാനം കൂടിയിട്ടുണ്ടോ? അപ്പോൾ വളരെ ഉറക്കെ അവരെല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ട് കാലുകുത്തുന്നതാണോ? അതെ. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഇടവകയിൽ ഒരു ധ്യാനം ഞാൻ നടത്തിയിരുന്നു, അതിൽ നിങ്ങൾ പങ്കെടുത്തോ? ഇല്ല. പോപ്പൽ മിഷൻ ധ്യാനം നടന്നപ്പോൾ നിങ്ങളതിൽ പങ്കെടുത്തോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വരേണ്ടത്? അവരുടെ ഭൂസ്വത്ത് പങ്കുവെക്കുന്ന കാര്യത്തിൽ 5 സഹോദരന്മാർ തമ്മിൽ വലിയ വഴക്കാണ്. അടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കേസിന് പോകാൻ പോകുന്നു. അതിനു മുമ്പ് ആരോ ഒരാൾ, പഞ്ചായത്തിലെ മെമ്പറാണോ പഞ്ചായത്ത് പ്രസിഡൻ്റാണോ, ഉപദേശിച്ചു മുരുകൂർ പോയി അച്ഛന്മാരെ കണ്ട് നിങ്ങളുടെ പ്രശ്നം ഒന്ന് പരിഹരിച്ചെടുക്കാൻ പറഞ്ഞു. ഞാൻ ആ വീട്ടിലേക്ക് പോവുകയോ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയോ ചെയ്തില്ല. പക്ഷേ ഞാൻ അവർ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു നിങ്ങളുടെ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നും സ്വന്തമായിട്ട് പറയാനില്ല. ദൈവം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പറയാം. എന്നിട്ട് ഞാൻ കൂട്ടിച്ചേർത്തു ദൈവം നിങ്ങളോട്, അതിൽ ഏറ്റവും മൂത്ത ആൾക്കൊരു 60 വയസ്സായിട്ടുണ്ടാകും, 60-70 വയസ്സായിട്ടുണ്ട്, ഒരു 30-70 ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ഇതുവരെ ദൈവത്തിൻ്റെ ഒരു വചനം പോലും കേൾക്കാതെ ഒരു ധ്യാനം പോലും കൂടാതെ ഇരിക്കുന്ന ഇവരോട് ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അതിലൊരാൾ ഉടനെ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ദൈവത്തിൽ വിശ്വാസം അല്ലെങ്കിൽ പിന്നെ ദൈവ ശുശ്രൂഷകരായ ഞങ്ങളിൽ എങ്ങനെ വിശ്വാസം ഉണ്ടായി? അത് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുകൊണ്ട്, അല്ലെ പ്രസിഡൻ്റാണോ അത് ഞാൻ ഓർക്കുന്നില്ല, അവർ പറഞ്ഞതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോലീസ് അധികാരമില്ല, പട്ടാള ശക്തിയില്ല, കോടതിയുടെ പ്രത്യേകമായ പിൻബലവും ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങൾക്കുള്ള ധാർമ്മിക ശക്തിയാണ്, അത് ആത്മീയ ശക്തിയാണ്, അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുസഭ നൽകിയ പൗരോഹിത്യ അധികാരത്തിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു ആത്മീയ ധാർമ്മിക ശക്തിയാണ്. അത് നിങ്ങളുടെ മേൽ ഞങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവരും ദൈവത്തിരിക്കുന്നതും അറിയുന്നവരുമാകണം. അങ്ങനെ ദൈവസ്വരവും ദൈവത്തിൻ്റെ തിരികെതും അറിയാനായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ ആചരെങ്കിലും വ്യാഖ്യാനിച്ചു തരുമ്പോൾ അത് ശ്രവിക്കുകയോ ചെയ്യണ്ടേ? അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വീണ്ടും വിശ്വാസികളാക്കിയിട്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അച്ഛൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയി. അവർ ദൈവത്തെ നിഷേധിച്ചു. അതിൻ്റെ ഫലമായി ദൈവിക വെളിപാടുകളെ, ദൈവിക പ്രബോധനങ്ങളെ നിഷേധിച്ചു. ഇപ്പോൾ അവരുടെ ഭൗതികമായൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരികയല്ല, അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിരഹിതം എന്തെന്നറിയാൻ വേണ്ടി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയോ കാത്തിരിക്കുകയോ അല്ല ചെയ്യുന്നത്. പ്രത്യുത അങ്ങനെ മാനുഷികമായ എന്തെങ്കിലും കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ഥാനം കൊണ്ടോ എനിക്ക് അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഒരു വശം ദൈവത്തെ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ദൈവിക പ്രബോധനങ്ങളെ ഉപേക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം അതാണ്.
നാളെ ഇനി അടുത്തത് നമ്മൾ ധ്യാനിക്കും. അതെന്താണെന്നറിയുമോ? ദൈവിക സംവിധാനങ്ങളെ നിഷേധിക്കുന്നു. അതിനു മുമ്പ് ഈ ദൈവിക പ്രബോധനങ്ങളെ, ദൈവവചനത്തെ നിഷേധിക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന ദുരന്തം, അവരുടെ ആത്മാവിനുള്ള ഭക്ഷണം അത് വചനത്തിലൂടെയും കൂദാശകളിലൂടെയും കിട്ടേണ്ടതാണ്. അത് കിട്ടാതെ പോകും. നമുക്ക് ഈ നോമ്പുകാലത്ത് ആത്മശോധന ചെയ്യാം. ദൈവിക ഭക്ഷണം വചനത്തിലൂടെ പ്രാപിക്കുന്നതിൽ, ദൈവിക പ്രബോധനങ്ങളിലൂടെയുള്ള ആത്മപരിപോഷണം സ്വീകരിക്കുന്ന കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ. കർത്താവേ, ഞങ്ങളെ വചനത്തിൽ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമേ. എല്ലാ കുറവുകളും പരിഹരിക്കണമേ. വചനം വായിക്കുവാനും പഠിക്കുവാനും വചനത്തിലുള്ള നിൻ്റെ സ്വരം കേൾക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.